പരം ശാന്തി മാ ബാബുജിക്ക കോടി കോടി പ്രണാമം. ഇന്നത്തെ ടോപ്പിക്കാണ് പരംധാം. ഇന്നലെ ശിവപുരി എന്താണ് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. അടുത്തതാണ് പരംധാം ശിവ് നിരാകാർ എവിടെയാണ് ഇരിക്കുന്നത്, ഇവയെ എന്താണ് വിശേഷിപ്പിക്കുന്നത്, ഇതെല്ലാത്തിനെ കുറിച്ചുമാണ് ഇന്നത്തെ വിശേഷണം. നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. പരംധാം നമ്മുടെ ബ്രഹ്മാണ്ടത്തിൻ്റെ മേലെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ബ്രഹ്മാണ്ടത്തെ സയൻസുകാർ സോളാർ സിസ്റ്റം എന്നാണ് പറയുന്നത്. പരംധാമിനെ അമർലോകം എന്നും പറയുന്നുണ്ട്. നിരാകാരി ശിവൻ ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ മാലിക്കാണ്. നിരാകാരി ശിവൻ ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ ഓണറാണ്. നിരാകാരി ശിവനെ നമ്മുടെ ബ്രഹ്മാണ്ടത്തിൻ്റെ പരബ്രഹ്മ പരമേശ്വർ എന്നും വിളിക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിരാകാരി കൈവല്യ അവസ്ഥയിലാണ് ഉള്ളത്. പരംധാമിൽ ആത്മ, ഭാവാതീത്, കർമാതീത്, നിരാകാരി, കൈവല്യ അവസ്ഥ, പരം ശാന്തി. ശിവന് പരം ശാന്തി, പരം സുഖത്തിൻ്റെ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ശിവന് 3 രൂപങ്ങളാണ് ഉള്ളത്: നിരാകാരി, ആകാരി, സാകാരി. ഒരു ഗർഭസ്ഥ ശിശു ആദ്യം ഭ്രൂണം ഉണ്ടാവുന്നു, അത് നിരാകാരി അവസ്ഥ. പിന്നെ അതിന് ഒരു ആകാർ വരുത്തുന്നു, അത് ആകാരി അവസ്ഥ. അത് കഴിഞ്ഞ് ശരിക്കും ഉള്ള ഒരു മനുഷ്യ കുഞ്ഞായി മാറുന്നു, അത് സാകാരി അവസ്ഥ. ഇതാണ് ഒരു ശിവന്റെ 3 രൂപം: നിരാകാരി, ആകാരി, സാകാരി. നിരാകാരി പരംധാമിലിരിക്കുന്നു, ആകാരി പരംധാമിന് താഴെ, സാകാരി മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ ജനിക്കുന്നു. ഇതാണ് പ്രോസസ് ചെയ്യുന്നത്. സാകാരി ശിവൻ ശങ്കർ പാർവതിയുടെ രൂപത്തിൽ കൈലാസത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ശങ്കറും ശിവനും ഒന്നല്ലേ എന്ന്. പക്ഷേ അങ്ങനെയല്ല. ശങ്കർ ശിവനും വേറെ വേറെയാണ്. ശങ്കറിനെ ശിവനെന്നും വിളിക്കും, ശിവനെ ശങ്കർ എന്നും വിളിക്കും നമ്മുടെ ഭൂമിയിലുള്ളവർ. പക്ഷേ അങ്ങനെയല്ല ശരിക്കും നടക്കുന്നത്. ആകാരി ശിവന്റെ സാകാരി രൂപമാണ്. അതായത് സാകാരി രൂപം എന്ന് പറഞ്ഞാൽ മനുഷ്യരൂപം. ആകാർ ശിവനിൽ നിന്ന് സാകാരി ശിവനെ ഉത്ഭവിച്ച് കൈലാസത്തിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നു. പാർവതിയും കൂടെ മുരുകൻ, ഗണപതി, അങ്ങനെ എല്ലാവരും കൈലാസത്തിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനെ മഹാദേവ് എന്നും ശങ്കർ ഭഗവാനെ പറയുന്നുണ്ട്. നിരാകാരി ശിവനെ സ്വയംഭു എന്നും വിളിക്കില്ല. പക്ഷേ എല്ലാവരും പറയുന്നത് ശിവഭഗവാനെ മാത്രമാണ്, ശിവന്റെ മേലെ ഒരു ഭഗവാനും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കോടാനുകോടി ജന്മം എടുത്ത് ഈ ഭൂമിയിൽ വന്നപ്പോൾ നമ്മുടെ ഗ്രന്ഥങ്ങൾ അധികം ആരും വായിക്കാറില്ല. എന്താണ് അതിൻ്റെ പൊരുൾ എന്ന് ആരും ചിന്തിക്കാറില്ല. അതാണ് വലിയ പ്രോബ്ലം. കാരണം ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി മനനം ചെയ്താൽ മാത്രമാണ് അതിൻ്റെ പൊരുൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതിരുന്നാൽ നമ്മൾ എന്ത് പരിശ്രമിച്ചാലും ശരി ഒരു പരിഹാരവും കാണുകയില്ല. കാരണം
നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മളുടെ ആത്മ എവിടെ നിന്ന് വന്നു. നമ്മൾക്ക് ജീവനുണ്ടെങ്കിൽ അതിലൊരു ആത്മയുണ്ടാവും. ആത്മ പോയാലാണ് മനുഷ്യ ശരീരം നിർജീവമാകുന്നത്, മരിക്കുന്നത്, ആത്മയ്ക്ക് ജീവനില്ലാതാകുന്നത്. അപ്പോൾ ഈ ആത്മ എവിടേക്ക് പോകുന്നു, എങ്ങോട്ട് പോകുന്നു? കർമ്മപ്രകാരം ആണ് ഈ ആത്മയുടെ സഞ്ചാരപഥം ഉള്ളത്. ഈ ആത്മ കർമ്മപ്രകാരം നല്ലത് പ്രവൃത്തി ചെയ്താൽ സ്വർഗത്തിലോട്ട് പോകും. കെട്ട പ്രവൃത്തി ചെയ്താൽ ആ കർമ്മത്തിനനുസരിച്ച് നരകത്തിലോട്ട് പോകേണ്ടതായിട്ട് വരും. ഇതാണ് നടന്നു കൊണ്ടിരിക്കുന്നത്. ഗരുഡ പുരാണത്തിലും മറ്റും വിശദമായിട്ട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. 55 കോടി നരകം, അതിനു വേണ്ടിയിട്ടാണ് 55 കോടി നരകത്തിനെ സൃഷ്ടിച്ചത്. അതായത് ശിവൻ സ്വയംഭുവല്ല, ശിവനും രചയിതാവുണ്ട്. അതാണ് മഹാശിവൻ. ഗാലക്സിയുടെ സെൻട്രൽ പോയിന്റിലാണ് മഹാശിവൻ ഇരിക്കുന്നത്. നമ്മുടെ ബ്രഹ്മാണ്ടമാണെങ്കിൽ മഹാശിവൻ ഇരിക്കുന്ന മഹാബ്രഹ്മാണ്ടത്തിലാണ്. ആ മഹാശിവനാണ് നമ്മുടെ ബ്രഹ്മാണ്ടത്തിലെ ശിവന്റെ രചയിതാവ്. പക്ഷേ ഇത് ഒരു മനുഷ്യ ആത്മാക്കൾക്കും ഇതിനെ പറ്റിയിട്ട് അറിയില്ല. ഒരുപാട് പേര് പറയുന്നത്, ഞാൻ ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടുണ്ട്, പലതിലും വായിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിലൊന്നും പറയുന്നില്ല സ്വയംഭുവാണോ അല്ലയോ എന്ന്. ഇതുവരെ അധികം പേരും പറഞ്ഞിരിക്കുന്നത് ശിവന് രചയിതാവ് ഇല്ല എന്നാണ്, സ്വയംഭു ആണ് എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. കാരണം നിങ്ങളിൽ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. പരംജ്ഞാൻ നിങ്ങൾ അഭ്യസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിവർത്തനം സംഭവിക്കും. ഇത് അറിയാത്തിടത്തോളം കാലം നിങ്ങളുടെ ആത്മയ്ക്ക് മുക്തി എങ്ങനെ കിട്ടും? ഇതൊന്ന് നോക്കാം. നിങ്ങൾ ഗാലക്സി യൂണിവേഴ്സിൽ നിന്ന് വന്ന ആത്മാവാണെങ്കിൽ, കാരണം നമ്മുടെ സോളാർ സിസ്റ്റം, നമ്മുടെ ബ്രഹ്മാണ്ടത്തിലെ മാലിക് ശിവന് ഒരു കല പവറാണ് ഉള്ളത്. ഗാലക്സിയിൽ 8 to 10 കല പവറാണ് ഉള്ളത് ഗാലക്സിയിൽ മഹാശിവന്. യൂണിവേഴ്സിൽ 16 കല പവറാണ് ഉള്ളത്. 16 കല പവർ ഉള്ള യൂണിവേഴ്സിൽ നിന്നും വന്ന ഒരു ആത്മാവ് നമ്മുടെ ഭൂമിയിൽ വന്ന് എടുക്കുമ്പോൾ ഈ നമ്മുടെ ശിവനിൽ ഒരു കല പവറേ ഉള്ളൂ. പക്ഷേ 16 കല പവർ ആയിട്ടാണ് ഇവിടെ ജന്മമെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കല പവറിൽ ഈ ആത്മാവിന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം 16 കല പവറാണ് ഉള്ള ആളാണ് ഈ ഭൂമിയിൽ ജനിച്ചത്. പക്ഷേ ഒരു കല പവർ കൊണ്ട് ഈ 16 കല പവറിൻ്റെ ആത്മാവിനെ എങ്ങനെ ഉണർത്തും? അത് ആദ്യം നിങ്ങൾ ചിന്തിക്കണം. 16 കല പവർ വേണം ഈ ആത്മാവിനെ ഉണർത്താൻ. 16 കലയോ അതിന് മേലെയുള്ള പവറോ ആവശ്യമാണ് ഈ ആത്മാക്കളെ ഉണർത്താൻ. കാരണം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഏത് കല എൻ്റെ രചയിതാവ് ആരാണ്, ആത്മയുടെ രചയിതാവ് ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഒരേ ഒരു കാര്യമേ ചെയ്യേണ്ടതുള്ളൂ. ഹയ്യസ്റ്റ് പവർ ഹൗസിനെ ശരണം പ്രാപിക്കുക. കാരണം നിങ്ങൾ മൾട്ടിവേഴ്സിലാണെങ്കിൽ 100 കല പവറാണ് ഉള്ളത്. ഗ്രേറ്റ് യൂണിവേഴ്സിലാണെങ്കിൽ 20 കലയുണ്ട്, 35 കലയുണ്ട്, 50 കല പവറുണ്ട്. അങ്ങനെ പല 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 ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ 100 കല പവർ ഉള്ള ഒരാൾ ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് 1 കല പവറുള്ള നമ്മുടെ ബ്രഹ്മാണ്ടത്തിലെ മാലിക് 100 കല പവറുള്ള ആത്മയെ എങ്ങനെ ഉണർത്തും? അത് നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ നിങ്ങൾക്ക് 100 കല ഉള്ള ജ്ഞാനം അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് 1 കല ശിവന്റെ ജ്ഞാനം മാത്രമേ അറിയുകയുള്ളൂ.
പിന്നെ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മയ്ക്ക് മുക്തി കിട്ടൂ? എങ്ങനെ നിങ്ങളുടെ ആത്മയ്ക്ക് മുക്തി കിട്ടും? അത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ഭൂമി വിട്ട്, ഈ നരകം വിട്ട് ഒരിക്കലും നിങ്ങൾ ഇവിടം വിട്ട് പോകാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങൾക്ക് മേലെ ലോകത്തുള്ള ജ്ഞാനം, ഗാലക്സിയിലുള്ള ജ്ഞാനം, യൂണിവേഴ്സിലുള്ള ജ്ഞാനം, ഗ്രേറ്റ് യൂണിവേഴ്സിലുള്ള ജ്ഞാനം, അങ്ങനെ മൾട്ടിവേഴ്സിലുള്ള ജ്ഞാനം, 100 കലയുള്ള 200 കലയുള്ള ജ്ഞാനം, 1000 കലയുള്ള ജ്ഞാനം, 10,000 ലക്ഷം കലയുള്ള കോടി കലയുള്ള ജ്ഞാനം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ അതിനാണ് പറയുന്നത് ഏറ്റവും പവർ ഹൗസിനെ നിങ്ങൾ ശരണം പ്രാപിക്കുക. അവിടെ പവറിൻ്റെ ഉറവിടമാണ്. കാരണം ആ പവർ നിങ്ങളിലോട്ട് വന്നാൽ നിങ്ങളുടെ ആത്മയെ ഉയർത്തും. 1 കല പവറായാലും ശരി, 10 കല പവറാണ് ശരി, 16 കല പവറാണെങ്കിലും ശരി, നിങ്ങളുടെ ആത്മയെ ഉണർത്താൻ നിങ്ങൾക്ക് ഈ പവർ കൂടിയേ തീരൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇവിടെ വിട്ടു പോകുകയില്ല. ഇത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഷോർട്ടായിട്ട് നമ്മൾക്ക് നോക്കാം. 1 മണിക്കൂർ 2 മണിക്കൂർ പറഞ്ഞാലും ഇത് തീരുകയില്ല. നിരാകാരി ശിവൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. കാരണം നമ്മുടെ പ്രസിഡന്റ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ? അവർ ഓർഡർ കൊടുക്കും പ്രൈം മിനിസ്റ്ററിന്. പ്രൈം മിനിസ്റ്റർ അതിൻ്റെ താഴെ ഉള്ള ആളുകൾക്ക് ഓർഡർ കൊടുക്കും. അവരാണ് ചെയ്യുന്നത്. അതുപോലെയാണ് പരംധാമിലുള്ള ശിവ ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല. ഓർഡർ കൊടുക്കും ആകാരി ശിവൻ ശക്തിക്ക് ഓർഡർ കൊടുക്കും, ശക്തി വിഷ്ണുവിന്, വിഷ്ണു ബ്രഹ്മയ്ക്ക്, അങ്ങനെ ഓർഡർ. അങ്ങനെയാണ് ഈ ബ്രഹ്മാണ്ടം നടത്തിക്കൊണ്ടു പോകുന്നത്. അതിനാൽ അധികവും നിരാകാരി ശിവൻ കർമ്മബന്ധത്തിൽ വരുന്നില്ല. ശിവശക്തി ബ്രഹ്മാവിനെ കൊണ്ട്, നിരാകാരി ശിവൻ ശിവശക്തിയെ കൊണ്ട്, ശിവശക്തി ബ്രഹ്മാവിനെ കൊണ്ട് സൃഷ്ടി ചെയ്ത് വിഷ്ണുവിനെ കൊണ്ട് പരിപാലൻ, ശങ്കറിനെ കൊണ്ട് വിനാശം ചെയ്യിപ്പിക്കുന്നു. അതായത് ശിവശക്തി വിഷ്ണുവ് പരിപാലനം, ശങ്കർ വിനാശം, ബ്രഹ്മ സൃഷ്ടി. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.